പിച്ചവെച്ച് നടക്കുന്ന പച്ചപ്പാവങ്ങളായ ഒരു പറ്റം കൊച്ചു കലാകാരന്മാരുടെ പച്ചയായ ജീവിതത്തിന്റെ തുച്ഛമായ കലാവിഷ്കരണം. നിങ്ങൾ ഒച്ചയുണ്ടാക്കാതെ തച്ചനെഴുതി കൊച്ചുപാലെ വീക്ഷിക്കുമെന്ന് ഞങ്ങൾ ഇച്ഛിക്കുന്നു. ഞങ്ങൾ ആരംഭിക്കുന്നു. നിങ്ങൾ അനുഭവിച്ചാലും ആരാണ് ഇതിന് ഉത്തരവാദി? രംഗം 1, കണ്വാ മഹർഷിയുടെ ആശ്രമം. ഞാനാണ് ദുഷ്യന്ത മഹാരാജ. ഭഗവതി, നീ ആരാണ്? ഞാൻ കണ്ണു മഹർഷിയുടെ മകൾ ശകുന്തള. സ്നേഹമുള്ളവരെന്നെ ശകു എന്ന് വിളിക്കും. എന്റെ ശകു. അയ്യോ, ഉണ്ടോ? അല്ല, ഏതോ വൃത്തികെട്ട പിള്ളേര് ബബിളും ചവച്ചിട്ട് തുപ്പിയത് എന്റെ കാലിൽ പറ്റിയതാ. എന്നു നോക്കിട്ട് താങ്ക് യു ദുഷ്യേട്ടാ. ശകു, എന്താ ദുഷ്യേട്ടാ? ആദ്യ നോട്ടത്തിൽ തന്നെ നിന്നെ എനിക്ക് ഇഷ്ടമാണ്. നിന്നെ കുറിച്ച് എന്താണ് എന്റെ അഭിപ്രായം? എന്നെ കുറിച്ച് എന്താണ് നിന്റെ അഭിപ്രായം? കൊള്ളാലോ. ഞാനിവിടെയുള്ളപ്പോ വേറൊരു എന്നാ പിടിച്ചോ. ഇതോ, ഇത് വിളകളെ നശിപ്പിക്കുന്ന ഇലയുടെ മുഴുവൻ മൂഞ്ഞ, കൊമ്പഞ്ചെല്ലി, വണ്ട്, വാച്ച, പാന എന്നിവയ്ക്കുള്ള ഉത്തമ പ്രതിവിധി. ഇത്രയും ധീരനായ അങ്ങേക്ക് എന്നെ കുറിച്ച് എന്താണ് അഭിപ്രായം? എന്താ അഭിപ്രായം? നമുക്ക് ഇങ്ങനെ ഇവിടെ നിൽക്കാതെ ആ മാലിന്യ നദിയുടെ തീരത്ത് പോയി കണ്ണാടി നോക്കി നിൽക്കാം. വാ ദുഷ്യേട്ടാ. ഒരു കാര്യം, ദുഷ്യേട്ടന്റെ ഒരു നാണം. എനിക്കോ? എനിക്ക് ഒരു നാണമില്ലാത്തവനെ. നീ വാ. മാലിന്യ നദിയിൽ കണ്ണാടി നോക്കിയിരുന്ന് ബോറടിച്ച ദുഷ്യന്തനും ശകുന്തളയും തിരിച്ച് ആശ്രമത്തിലേക്ക്. എന്താ റാണി? അങ്ങ് എന്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും എല്ലാം കവർന്നെടുത്തു. അതുകൊണ്ട് അങ്ങ് എനിക്ക് ഇപ്പൊ തന്നെ സത്യം ചെയ്തു തരണം. എന്ത് സത്യം? എന്റെ കല്യാണം കഴിക്കാമെന്ന്. അടിപൊളി പെണ്ണെ, എന്നെ ലൈറ്റ് അടിച്ചവളെ, എന്നെ ചുറ്റി നടന്നവളെ, എന്നെ കണ്ണു കാണിച്ചവളെ. അടിപൊളി പെണ്ണെ, എന്നെ ലൈറ്റ് അടിച്ചവളെ, എന്നെ ചുറ്റി നടന്നവളെ, എന്നെ കണ്ണു കാണിച്ചവളെ. മകരം തുമ്പം ജലവം കീടകം കഴിഞ്ഞാൽ പെണ്ണെ നിന്നെ എത്തി ഞാൻ കൊണ്ടുപോകാം. ഇത് ഞാനിപ്പോൾ തന്നെ സത്യം ചെയ്താ. എടി ശാബു 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 ശാബു, ഇത് സത്യം 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 സത്യം. എന്റെ അമ്മച്ചിയാണ് സത്യം. ശാബു, എന്റെ ഓർമ്മയ്ക്കായിട്ട് ഞാൻ ഉരുത്തരുന്ന ഈ റോഡ് ഗോൾഡിന്റെ മുദ്രമോതിരം നീ എന്ത് ചെയ്യും? ഞാനിത് മുളകുപാട്ടിൽ ഊരിടും. മുളകുപാട്ടിൽ അതിനാ? ഇത് കൈ കിടക്കുന്ന കണ്ടാലേ അച്ഛൻ അത് ഊരിക്കൊണ്ട് കള്ളു കുടിക്കും. പിന്നെ ശാബു, സ്വർണ്ണപ്പണയത്തിന്റെ പണം കടം കൊടുക്കുന്ന വല്ല സ്ഥാപനവും ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? എന്തിനാ? ഈ കിരീടം ഒന്ന് പണയം വയ്ക്കാനാ. എന്നിട്ട് ഞാൻ ഭടന്മാർക്ക് കൂട്ടിക്കൊടുക്കും. അയ്യേ, എന്താ ഇത്? കൂട്ടിക്കൊടുക്കുന്നോ? അയ്യോ ശാബു, അതല്ല, ശമ്പളം കൂട്ടിക്കൊടുക്കുന്ന കാര്യമാണ് പറഞ്ഞത്. പിന്നെ ശാബു, സമയം വളരെ വൈകി. ഞാൻ കൊട്ടാരത്തിലേക്ക് തിരിച്ചു പോകും, അല്ലെങ്കിൽ ആകെ കുഴപ്പമാവും. അതെന്താ? പെട്ടെന്ന് എന്തില്ലെങ്കിലേ ഭടന്മാര് കൊട്ടാരം അടച്ചുകൂട്ടി കിടന്ന് ഉറങ്ങിക്കളയും. ഞാൻ പോട്ടെ ശാബു. ബൈ ബൈ. നാം ഇവിടെ ലാൻഡ് ചെയ്തിട്ട് നീ നമ്മളെ മൈൻഡ് ചെയ്തിട്ടല്ലേ? നിന്റെ മൈൻഡ് ആകെ മാറിയിരിക്കുന്നു. നെവർ മൈൻഡ്. അയ്യോ, അങ്ങ് എപ്പോൾ വന്നു? ഞാൻ കണ്ടില്ല ധ്രുവസ്രാവങ്ങളെ. ഓ, നീ കണ്ടിട്ടല്ലേ? ഐ വിൽ പ്രാക് യു. എന്നുവെച്ചാ നിന്നെ ഞാൻ പ്രാകാൻ പോവാ. അയ്യോ, എന്നെ പ്രാകരുതേ. എന്റെ അമ്മച്ചാണ് നിന്നെ ഞാൻ പ്രാക്.
ഞാൻ വന്നപ്പോൾ നീ ആരെ ഓർത്തിരുന്നു? അവനും അവന്റെ ഫാമിലിയും നിന്നെ മറന്നു പോകട്ടെ. അയ്യോ അയ്യോ അങ്കിൾ, ഈ പ്രാക്ക് നിങ്ങൾ തിരിച്ചെടുക്കണം. ഞാൻ കൈക്കൂലി തരാം. അങ്ങ് ശാപം തിരിച്ചെടുക്കില്ലേ? ഞാൻ 100 തടം പ്രാക്ക്, അത് 100 തടം പ്രാക്ക് മാത്രം. എന്റെ എല്ലാമായ പ്രാണനാഥൻ എനിക്ക് നൽകിയ ഈ മുദ്രബോധന തരം. ഓഹോ, അത് ശരി. അപ്പൊ അവനെ തിരിച്ചു വെച്ചാൽ നീ എന്തോ പറയും? ഒരു സ്രാവ് വിഴുങ്ങിയെന്ന് പറയും. ഏത് സ്രാവ്? ഒരു മുട്ടൻ ദുർവാസ്രാവ്. ഓക്കെ, നീ ആയതുകൊണ്ട് പ്രാക്കിൽ ഞാൻ ഒരു 50% ഡിസ്കൗണ്ട് തരുന്നു. നീ എന്തെങ്കിലും തെളിവ് കാണിച്ചാൽ നീ ഓർത്തിരുന്നവൻ നിന്നെ ഓർമ്മിക്കും. ഓക്കെ, ഐ ആം ദുർവാസ്രാവ്. ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. ഷീറ്റോ? അല്ല, ഷിറ്റ്. രാവിലെ തന്നെ ഒരു പ്രാക്കുമായിട്ടൊന്ന് ഇറങ്ങും. ഇങ്ങനെ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഒരുത്തരം മനസ്സമാധാനത്തോടെ പ്രേമിക്കാന്ന് വിചാരിക്കണ്ട. എന്റെ ദൈവമേ, ഇങ്ങനെ തലയിലിട്ട് വീഴണേ. അയ്യോ, അച്ഛനല്ല, ആ ദുർവാസ്രാവിനെ. അവൻ പറഞ്ഞിട്ട് പോയാ? ആ, ഒരു മനപ്പുരട്ടില്. അയ്യോ അച്ഛ, അതല്ല. പിന്നെ വേട്ടയ്ക്ക് വന്നപ്പോ വഴിതെറ്റി വന്ന ദുഷ്യന്ത മഹാരാജാവ്. ഈ കണ്ണു മഹർഷിയുടെ കണ്ണൊന്നു തെറ്റിയപ്പോൾ വഴിതെറ്റി